പ്രവാചകരുടെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഇത്രമാത്രം ജനകീയമായ, ഇത്രമാത്രം ആത്മീയമായൊരു കവിത നമുക്ക് വേറെ കാണാൻ കഴിയുകയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങളും പ്രകീർത്തനങ്ങളും ഗദ്യങ്ങളിലൂടെയും പദ്യങ്ങളിലൂടെയും ലോകത്താകമാനം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലെ പുകഴ്ത്തപ്പെട്ട ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമല്ല, സൃഷ്ടികളിൽ മറ്റൊന്നില്ല എന്നതാണ്. പ്രവാചക പ്രകീർത്തനങ്ങളിൽ വന്ന കവിതകൾ ലോക ചരിത്രത്തിൽ ഇടം നേടിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ കഅബ് ഇബ്നു സുഹൈറിൻ്റെ പ്രസിദ്ധമായ കവിത വന്നിട്ടുണ്ട്. ബാനത്ത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ യസ്റഹാ ലം യഫ്ത മഖ്ബൂലു എന്ന് തുടങ്ങുന്ന വളരെ ആകർഷകമായ കവിത. ഗദ്യത്തിനുള്ളതിനേക്കാൾ ആകർഷണീയതയും ആലങ്കാരികതയും നിറഞ്ഞതാണ് പദ്യങ്ങൾ. അതുകൊണ്ടാണ് പദ്യങ്ങളിൽ ഇത്രയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കപ്പെട്ടത്. ഇതിലേറ്റവും പ്രശസ്തമായതും ജനകീയമായതും ബുർദ ഷരീഫയാണ്. മഹാനായ ഇമാം ബൂസൈരി റഹ്മഹുല്ലാ തങ്ങളുടെ രചനയാണ് ബുർദ. പ്രവാചക സ്നേഹം ഒഴുകുന്ന, തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളിൽ ഖേദിക്കുന്ന, പ്രവാചകരുടെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഇത്രമാത്രം ജനകീയമായ, ഇത്രമാത്രം ആത്മീയമായൊരു കവിത നമുക്ക് വേറെ കാണാൻ കഴിയുകയില്ല. ആ കവിത ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആനന്ദത്തിൽ ആറാടുകയാണ്. പ്രവാചകരിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുകയാണ്. ബുസ്രി ഇമാം പറയുന്നുണ്ട്, ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു സുമ്മ ഇസ്തഫാഹു ഹബീബൻ ബാരിഉൻ നസമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആത്മീയമായും ഭൗതികമായും സമ്പൂർണരായവർ. മറ്റാരുമില്ല. ശാരീരികമായി മാനസികമായി ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള, ഗാംഭീര്യമുള്ള വ്യക്തി. മാനസികമായി ഇത്രമാത്രം മനോധൈര്യമുള്ള, മനസ്സ് സംശുദ്ധമായ